ഹലോ, എല്ലാവർക്കും നമസ്കാരം. IELTS അഥവാ OET ഇല്ലാതെ UK വന്ന് വിസിറ്റിംഗ് വിസയിൽ വന്ന് OSCE ചെയ്ത് നമുക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുമോ? ഈ ഇടയ്ക്ക് കണ്ട ഒരു ഫേസ്ബുക്ക് റീൽസിനകത്ത് പറയുന്നത് നമ്മൾ IELTS അല്ലെങ്കിൽ OET ഇല്ലാതെ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് OSCE ചെയ്ത് നമുക്ക് നേഴ്സ് ആകാം എന്നുള്ളതാണ്. ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് കെയറേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അത് ശരിയാണ്. നമുക്ക് 1 ഇയർ ആയിട്ട് ഇവിടെ ഏതെങ്കിലും NHS ഹോസ്പിറ്റലിലോ നഴ്സിംഗ് ഹോമിലോ വർക്ക് ചെയ്യുന്നവർക്ക് മാനേജറുടെ സാക്ഷ്യപത്രം കിട്ടുക, അല്ലെങ്കിൽ മാനേജർ നമുക്ക് ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ 1 ഇയർ കൊണ്ട് നമുക്ക് ഇവിടെ നേഴ്സ് ആകാവുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ സെക്ഷനിൽ അവർ പറയുന്നതാണ്, അവരവരുടെ പരസ്യം പോലെയാണ് ഇത് ഇട്ടേക്കുന്നത്. പക്ഷേ അതിനകത്ത് പ്രൊമോഷൻ എന്നൊന്നും അതിനകത്ത് കാണിക്കാത്തതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കും. അതിനകത്ത് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്ന് ഇവിടെ വന്ന് OSCE എഴുതി പിൻ നമ്പർ കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടുന്ന് നമുക്കിവിടെ 1 ഇയർ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ വിസിറ്റിങ്ങിന് വന്ന് OSCE എഴുതിയാലും IELTS അഥവാ OET എന്ന ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. അവർ റീൽസിൽ പറയുന്ന ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ ഏത് കാലത്തെടുത്ത റീൽസ് ആണെന്ന് അറിയത്തില്ല. കമൻ്റൊക്കെ നോക്കുമ്പോൾ ഒരു 2-3 ദിവസത്തെ കമൻറ്റേ കാണുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2025 ജനുവരി 15-നാണ്. 2025 ജനുവരി 15 ഞാൻ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിലും ഈ ഏരിയയിലും വെച്ചിട്ട് ഈ പറയത്തക്ക വേക്കൻസികളില്ല. ഒരു ആപ്ലിക്കേഷന് ഏതാണ്ട് 70-80 ഒക്കെ ഒരു വേക്കൻസിക്ക് 70-80 ഒക്കെ ആപ്ലിക്കേഷനാണ് വരുന്നത്. അതിൽ നിന്ന് സോർട്ട് ചെയ്താണ് അത് എടുക്കുന്നത്. വേക്കൻസി ഇല്ല എന്നതിനേക്കാളധികം ഒട്ടുമിക്ക ട്രസ്റ്റുകളും ഫണ്ടിൻ്റെ അഭാവമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല. പണ്ട് പല യൂണിറ്റുകളിലും 3 നഴ്സുമാരും ഒരു കോർഡിനേറ്ററും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ കോർഡിനേറ്റർക്കും പേഷ്യനെ കൊടുത്തുകൊണ്ട് 3 നഴ്സുമാരാക്കി കുറച്ച്. അതുപോലെ തന്നെ ബാങ്കിങ് കൊടുക്കുന്ന സ്റ്റാഫ് കുറച്ചു, ബാങ്കിന് കൊടുക്കുന്ന ഷിഫ്റ്റുകൾ കുറച്ചു, പിന്നെ ഏജൻസിക്ക് തീരെ കൊടുക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഫണ്ടിൻ്റെ അഭാവം കൊണ്ട് മൊത്തത്തിൽ ടൈറ്റായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇറക്കുമ്പോൾ UK ഏത് മേഖലയിലാണ് ഇപ്പോൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, പുതിയതായിട്ട് വരുന്നവരെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അവർ പുറമേയിൽ നിന്ന് വരുന്നവരെ റിക്രൂട്ട് ചെയ്യാത്തതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് വന്നു, ഇവിടെ OSCE ഈവൻ IELTS അഥവാ OET ഏതെങ്കിലും വേണ്ട റിക്വയർഡ് സ്കോർ കിട്ടി, CBT പാസ്സായി OSCE ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മളിവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എടുക്കേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിന് ഏതാണ്ട് 3200 പൗണ്ടോളം, ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ ഒരു 3,25,000 പൗണ്ടോളം ഓരോ ട്രസ്റ്റിനും മുടക്കുണ്ട്. അപ്പോൾ ട്രസ്റ്റിന് ഓവർസീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇല്ല എങ്കിൽ ട്രസ്റ്റിന് ഈ പൈസ മുടക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, ട്രസ്റ്റിന് ഇപ്പം ലോക്കലി കിട്ടാൻ ആൾക്കാരെ ഒത്തിരിയുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങിയവരുണ്ട്. കൂടാതെ ഈ കെയറേഴ്സിന് ഈ പിൻ നമ്പർ കിട്ടുന്നതോടെ 1 ഇയർ എങ്കിലും കെയറായിട്ട് വർക്ക് ചെയ്തവർക്ക് പിൻ നമ്പർ കിട്ടുന്നതിലൂടെ ഒത്തിരി പേർക്ക് പിൻ നമ്പർ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ലോക്കലി ആൾക്കാരെ കിട്ടാനുള്ളപ്പോൾ അവരെന്തിനാണ് പിന്നെ ഈ 3 ലക്ഷത്തി ചില്ലുവാനും രൂപ മുടക്കി പുറമേ നിന്ന് ആളെ എടുക്കുന്നത്? പിന്നെ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ പൈസ മുടക്കാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് പഴയ വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന വീഡിയോ ആണത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.